ട്രംപിന്റെ രണ്ടാം ഊഴം ഇന്ത്യക്ക് ഗുണകരമാകുമോ? അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. വാഷിംഗ്ടൺ DC-യിലെ തണുത്ത കാലാവസ്ഥയിൽ ട്രംപിനെ കാത്തും ട്രംപ് വരുത്തിവെക്കാൻ പോകുന്നതുമായ വെല്ലുവിളികൾ ഏറെയാണ്. അതിൽ ചിലത് അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് ഗുണകരമാകുമെങ്കിലും വിദേശ രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അമേരിക്ക ഒന്നാമത്, അമേരിക്കയെ ഒരിക്കൽ കൂടി മഹത്തരമാക്കാം എന്ന ആപ്തവാക്യത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത ഡൊണാൾഡ് ട്രംപ് തീർച്ചയായും വിദേശ നയങ്ങളിൽ മുൻ പ്രസിഡന്റുമാർ കാണിക്കാൻ മുതിരാത്ത ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്നതിൽ സംശയമില്ല. ഇന്ത്യ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെയും അറബ്, ആഫ്രിക്കൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒട്ടേറെ തീരുമാനങ്ങൾ ട്രംപ് ഭരണകൂടം രണ്ടാം ഊഴത്തിൽ കൈക്കൊള്ളും എന്നാണ് വിദേശകാര്യ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് മേക്ക് ഇൻ ഇന്ത്യ നയത്തിന് വിരുദ്ധമായി വരുന്ന ചില നയങ്ങൾ ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായേക്കാം. ഇലോൺ മസ്കിന്റെ ടെസ്ല മോട്ടോഴ്സിന്റെ ഇന്ത്യയിലെ EV നിർമ്മാണ കമ്പനിക്ക് നികുതി ഇളവുകൾ ഉൾപ്പെടെ നൽകാൻ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തും. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യക്ക് മേൽ ഉപരോധ ഭീഷണി ഉയർന്നേക്കാം. കഴിഞ്ഞ ട്രംപ് സർക്കാരും ഇത്തരത്തിലുള്ള നയങ്ങൾ പിന്തുടർന്നിരുന്നു. ഒപ്പം തന്നെ കുടിയേറ്റ നയങ്ങളിൽ ഏർപ്പെടുത്താൻ സാധ്യതയുള്ള കടുത്ത നിയന്ത്രണങ്ങളും വിസ ചട്ടങ്ങളുടെ പരിഷ്കരണവും ഇന്ത്യൻ കുടിയേറ്റക്കാരെയും അമേരിക്കയിൽ തൊഴിൽ പഠന വിസകളിൽ കഴിയുന്ന ഇന്ത്യക്കാരെയും ദോഷകരമായി ബാധിച്ചേക്കാം. അമേരിക്കയിൽ വിദ്യാഭ്യാസം, തൊഴിൽ സ്വപ്നങ്ങളുമായി നടക്കുന്ന 10,000-കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ട്രംപ് ഭരണകൂടത്തിന്റെ വിസ ചട്ടങ്ങളിലെ പരിഷ്കാരങ്ങൾക്ക് മേൽ ആശങ്കയുണ്ട്. ക്വാഡ് പോലുള്ള അന്താരാഷ്ട്ര സഹകരണ കൂട്ടായ്മകളിൽ ട്രംപിന് താൽപര്യം കുറയും. ചൈനയ്ക്ക് മേൽ വ്യാപാരത്തിൽ മേൽക്കൈ നേടാനും അമേരിക്ക ശ്രമിക്കും. ചൈനയുമായുള്ള ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ചൈനയ്ക്കും തലവേദനകൾ സൃഷ്ടിക്കാനും ട്രംപ് ഭരണകൂടത്തിന് കഴിയും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ള സൂചനകൾ ട്രംപ് നൽകി. പുടിന് നേരെയും ട്രംപിന് നേരെയും വധശ്രമങ്ങൾ ഉണ്ടായപ്പോൾ ഇരുവരും പരസ്പരം ഫോൺ സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഇത് നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടും എന്ന സൂചനകൾ നൽകുന്നു. യുക്രൈനിന് യുദ്ധോപകരണങ്ങൾ അടക്കമുള്ള സൈനിക സഹായങ്ങൾ കുറയ്ക്കാനും ട്രംപ് ഭരണകൂടം ശ്രമിക്കും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലും ട്രംപ് ഭരണകൂടം ശ്രദ്ധിക്കും. ഇന്ത്യയുമായി സൈനിക സഹകരണം ശക്തിപ്പെടുത്തി ചൈനയ്ക്ക് വെല്ലുവിളി ഉയർത്താനും ട്രംപ് ശ്രമിക്കും. നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളിൽ പ്രതിഫലിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. പക്ഷേ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന നയം പിന്തുടർന്ന് തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ട്രംപ് സാമ്പത്തിക, വാണിജ്യ, വ്യാപാര മേഖലകളിൽ കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളും ഇന്ത്യക്ക് ബാധ്യതയാകും. അഫ്ഗാനിസ്ഥാനിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ട്രംപ് ഭരണകൂടം പാകിസ്ഥാനുള്ള സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്നും ഏതാണ്ട് ഉറപ്പാണ്. അമേരിക്കയുടെ അയൽക്കാരായ കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളും വഷളാകാൻ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ വഴിതെളിക്കും. അടുത്തിടെ ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ ഈ സാധ്യത ചൂണ്ടിക്കാട്ടുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധങ്ങളെന്ന് പ്രതീക്ഷിക്കാം.